ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ? ഞാൻ സരോജ റോബിൻ, റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാക്ടിക്കൽ എക്സാം തൊട്ടടുത്ത് നിൽക്കുകയാണല്ലേ? എക്സാം അടുക്കുന്തോറും ചില കുട്ടികൾക്ക് ടെൻഷനായിരിക്കും, ഒന്നും അറിയില്ല എന്നോർത്ത് വിഷമിക്കും. ഓർക്കുക, പ്രാക്ടിക്കൽ എക്സാം 40 മാർക്കിനാണ്. HTML, C++, SQL എന്നിവ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് പഠിക്കാനുണ്ട്. കുറച്ച് ശ്രമിച്ചാൽ ഫുൾ മാർക്സ് ഉറപ്പായി മേടിക്കാൻ സാധിക്കും. പക്ഷെ മിക്ക കുട്ടികളും തിയറിക്ക് കൊടുക്കുന്ന പ്രാധാന്യം പ്രാക്ടിക്കലിന് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാം ചിലർക്ക് ടഫായി തോന്നും. അതിനാൽ പ്രാക്ടിക്കൽ എക്സാമിന് ഇന്ന് മുതൽ നന്നായി പഠിച്ചു തുടങ്ങുക. SQLൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളവർക്കായി ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി പേര് SQLൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ നൽകുന്നത്. ഇതിൽ ആദ്യം കുറച്ച് തിയറിയൊക്കെ പറഞ്ഞു തരും, എന്നിട്ട് പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കും. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുക. അതുകൊണ്ട് SQL തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. എന്നിട്ടും മനസ്സിലാകാത്ത കമ്പ്യൂട്ടർ സയൻസിലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും വിദ്യാർത്ഥികൾക്കായി പ്രാക്ടിക്കലിൻ്റെ ട്യൂഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ ട്യൂഷന് ചേരാനായിട്ട് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ +1ലെയും +2ലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തിയറി ക്ലാസ് ആവശ്യമുള്ളവർക്കായി ക്രാഷ് കോഴ്സും തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ഇവിടെ SQLൻ്റെ പ്രോഗ്രാമാണ് പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിൾ. അപ്പോൾ നിങ്ങൾക്കിത് പ്രാക്ടിക്കലിന് സ്കൂളിലൊക്കെ നിങ്ങളിത് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്കത് നോക്കാം. ആദ്യം ആ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്സ് ആൻഡ് ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഇൻ ടു ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ. അപ്പോൾ ഇതാ കുറേ ഫീൽഡുകൾ തന്നിട്ടുണ്ട്. കോളത്തിൻ്റെയൊക്കെ പേരുകൾ ഇതാണ്: റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ. അപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനകത്ത് റോസ് ഉണ്ട്, കോളം ഉണ്ട് അല്ലേ? അപ്പോൾ കോളത്തിൻ്റെ പേരുകൾ റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ. എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കുക. 7 എണ്ണം ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡാറ്റ ടൈപ്പ് നൽകിയിട്ടുണ്ട്. ഇൻറ്റിജർ, പ്രൈമറി കീ, വാർച്ചാർ 20, വാർച്ചാർ 15, ഇൻറ്റിജർ, 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 ഇൻറ്റിജർ. ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല, അത് പിന്നീട് അങ്ങോട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇവിടെ ഇത് 4 ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് ആദ്യം ഇവിടെ ഇതിനകത്ത് തന്നെ 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുണ്ട്. ക്രിയേറ്റ് ചെയ്യണം, അതായത് ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ അതോടൊപ്പം ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഒരു ടേബിളാണ്, ആ ടേബിളിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, സ്റ്റുഡൻ്റ് എന്ന ടേബിളാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട, ഇത് ഞാൻ സാവകാശം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ MySQL എന്നൊരു പ്രോംപ്റ്റ് ആദ്യം ഇങ്ങനെ വരും. പ്രാക്ടിക്കലി ഞാൻ ചെയ്ത് കാണിക്കാം. ആദ്യം തിയറി ഒന്ന് നോക്കാം. അപ്പോൾ അടുത്താണ് നിങ്ങൾ കമാൻഡ് അല്ലെങ്കിൽ ക്വറി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ സിമ്പൽ വരെ വന്ന് നിൽക്കുമ്പോൾ ഇതിനടുത്തായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ആദ്യം ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ. ആദ്യം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേരാണ് സ്കൂൾ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ക്വറി തീരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കമാൻഡ് തീരുമ്പോഴത്തേക്ക് സെമിക്കോളൻ ഇടണം. നമ്മൾ മലയാളത്തിൽ ഒരു സെൻറ്റൻസ് തീരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ലേ, അതുപോലെ ഇവിടെ ഓരോ ക്വറിയും തീരുമ്പോൾ സെമിക്കോളനാണ് ഇടേണ്ടത്. എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇതുപോലെ ആയിരിക്കും കമ്പ്യൂട്ടറിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ MySQL ഗ്രേറ്റർ ദാൻ സിമ്പൽ കണ്ടോ, ഇതുപോലെ ഒരു പ്രോംപ്റ്റ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്തു ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കൂ, ക്വറി ഓക്കെ, 1 റോ അഫക്റ്റഡ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഔട്ട്പുട്ട് എഴുതണം, ക്വറി എഴുതണം, ഔട്ട്പുട്ട് എഴുതണം പരീക്ഷയ്ക്ക് കേട്ടോ. അടുത്തത് MySQL എന്ന് പറഞ്ഞിട്ട് കർസർ ഇവിടെ നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ അടുത്ത ക്വറി ടൈപ്പ് ചെയ്ത് കൊടുക്കും. അടുത്ത ക്വറി എന്താണ്? ഈ ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് സ്കൂൾ എന്ന് കൊടുക്കണം. അപ്പോൾ അതുപോലെ മനസ്സിലാക്കി വയ്ക്കുക, ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ. അടുത്തെന്താണ്? യൂസ് സ്കൂൾ.
പിന്നെ നേരത്തെ ഈ ഡാറ്റാബേസ് സ്കൂളൊന്നും ഒരാൾ ക്രിയേറ്റ് ചെയ്തിരുന്നാൽ പിന്നെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഒരേ പേരിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അത് ഡ്രോപ്പ് ഡാറ്റാബേസ് സ്കൂൾ കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു പേരിൽ ക്രിയേറ്റ് ചെയ്യുക. സ്കൂളാണെന്നോ വേറെ എന്തെങ്കിലും പേരിൽ ക്രിയേറ്റ് ചെയ്യട്ടോ കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പേര് തന്നെയായിരിക്കണം ഇവിടെ അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ആ ഡാറ്റാബേസിനാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നതിന് നമ്മൾ യൂസ് സ്കൂൾ എന്നാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് സെമിക്കോളൻ ഇടുക. അപ്പോൾ 2 ക്വറിയും തറവായോ എന്ന് നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കൂ. ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക ഒരു പേരിൽ. അത് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനായിട്ട് ആ പേര് കൊടുക്കുക. യൂസ് എന്ന് പറഞ്ഞിട്ട് ആ പേര് കൊടുക്കുക. 2 തറവായല്ലോ. എന്നാൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി അടുത്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ളത് ക്രിയേറ്റ് ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും ആ സെൻറ്റൻസ് ഇങ്ങോട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്സ് ആൻഡ് ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഇൻ ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ. ടോട്ടൽ എന്നുള്ള കോളം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യണം വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞാനത് പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ 2 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്സ് കണ്ട ഈ ആൻറ്റിന് മുമ്പേയുള്ള ആ പാർട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസിയാണ്. ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാം. ഇതിൽ ഓരോ വള്ളി പുള്ളി തെറ്റാതെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒന്നാമത്തത് നോക്കാം. SQL മൈ SQL എന്നത് ഇങ്ങനെ വന്നു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡൻറ്റ്. നിങ്ങൾ എ എന്ന് അടിച്ച് കളയരുത്. മിക്ക കുട്ടികളും ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് എഴുതും. എ എഴുതരുത്. അതിൻ്റെ കുറി ഇങ്ങനെയാണ് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. സ്പെല്ലിംഗ് മനസ്സിലാക്കുക. ക്രിയേറ്റ് സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ, തെറ്റാതെ പഠിക്കുക. ടേബിൾ ക്രിയേറ്റ് അത് ടേബിളാണ്. ടേബിൾ കേട്ടോ. ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ടാണ് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തത് കേട്ടോ. ഇനി നേരത്തെ ഈ ടേബിൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റുഡൻറ്റ് കൊടുത്താൽ കൊടുക്കില്ല. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ടേബിൾ ആദ്യത്തെ ഡിലീറ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് 10 സ്റ്റുഡൻറ്റ് 11 സ്റ്റുഡൻറ്റ് 1 എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ. അപ്പോൾ വേറൊരു പേരുണ്ടെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ പേരിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡാറ്റാബേസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ടേബിളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ പേര് മാറ്റി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എ ടേബിൾ എന്ന് എഴുതരുത്, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. എന്നിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്സ്. അപ്പോൾ ആ ഫീൽഡ്സ് വരണ്ടേ, ഇതൊക്കെയാണ് ഫീൽഡുകൾ, ആ കോളത്തിൻ്റെ പേരുകൾ. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഫീൽഡുകൾ അതുപോലെ എഴുതുന്നത് നോക്കാം. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഇടുക ആദ്യം. കണ്ടോ അതിനൊരു പാരാൻതസിസ് അത് കണ്ടോ, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഇതിനകത്തുള്ള റോൾ നമ്പർ ഇൻറ്റിജർ പ്രൈമറി കീ എന്ന് എഴുതുക. കണ്ടോ. എന്നിട്ട് കോമ ഇടുക. ഇവിടെ ഒന്നും കോമ ഇട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഫീൽഡും കോമയിട്ട് എഴുതുക. ഇത് ക്യാപിറ്റൽ ലെറ്ററോ സ്മാൾ ലെറ്ററോ ഒക്കെ എഴുതാം, അതിലൊന്നും കുഴപ്പമില്ല. വ്യക്തമായല്ലോ. അപ്പോൾ ഇവിടെ കോമ ഇടുക. എന്നിട്ട് അടുത്ത തന്നെ ഫീൽഡ് എഴുതുക. ഇത് നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെ വരിയായിട്ട് എഴുതിയ പോരെയെന്ന്. അങ്ങനെ എഴുതാം, പക്ഷെ തെറ്റാതിരിക്കാൻ വേണ്ടി കഴിവതും താഴോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് തെറ്റില്ല കേട്ടോ. അപ്പം അടുത്തത് എഴുതുക, കോമ ഇടുക. കോമ ഇടാൻ മറക്കരുത്. കണ്ടോ, ഞാൻ അതുപോലെ ക്വസ്റ്റ്യൻ എഴുതുന്നു, പക്ഷെ ഓരോ ഫീൽഡും കോമയിട്ട് എഴുതി. ഈ എണ്ണി നോക്കണം കേട്ടോ, എല്ലാം എഴുതി ഇങ്ങനെ എണ്ണി നോക്കണം ക്വസ്റ്റ്യനിലുള്ള അത്രയും ഫീൽഡ് ഉണ്ടോയെന്ന്. ചിലരത് വിട്ടുപോകും. അപ്പോൾ തെറ്റാതിരിക്കണമെങ്കിൽ ആദ്യം ഇതുവരെ എണ്ണി നോക്കണം 7 ഫീൽഡും കറക്റ്റായിട്ടുണ്ടോ, വരിയായിട്ട് തെറ്റാതെ. അതുപോലെ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ, വീണ്ടും ആ ബ്രാക്കറ്റ് ലാസ്റ്റ് ഇടുക. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടുക. ഒരു കുറി തുരുമ്പം ഓർക്കണം സെമിക്കോളൻ. അപ്പോൾ ഇത് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. കാരണം പിന്നെ അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എഴുതേണ്ട രീതി മനസ്സിലായല്ലോ. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡുകൾ ഇവിടെ ഇങ്ങനെ കോമയിട്ട് അതുപോലെ എഴുതുക. ഇനി നിങ്ങൾക്ക് തോന്നി ഇൻറ്റിജറിന് പകരം ഇൻ്റ് എഴുതി കൂടെ, തീർച്ചയായിട്ടും എഴുതാം. വാർച്ചാർ എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റിജറിന് പകരം ഇൻ്റ് എന്ന് എഴുതാം. ഇനി പ്രൈമറി കീ ഇത് ചേർത്ത് എഴുതുന്നത് ഇതുപോലെ പ്രൈമറി കീ ക്വസ്റ്റ്യനിൽ കാണും കേട്ടോ. അതുപോലെ പ്രൈമറി കീ ഇതുപോലെ നീക്കി തന്നെ എഴുതുക. പ്രൈമറി അടുത്ത വാക്കാണ് കീ.
അപ്പോൾ ഒരു ടേബിളിൽ ഒരു കോളം പ്രൈമറി കീ ആണ്. ആദ്യത്തെ കോളം നമ്മൾ മിക്കവാറും പ്രൈമറി കീ ആയിട്ട് കൊടുക്കുന്നു. കാരണം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. പ്രൈമറി കീ എന്ന് പറയുന്ന ആ കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പാടില്ല. അതിലുള്ള വാല്യൂസ് വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. അതിലുള്ള ഡാറ്റ ഇപ്പോൾ റോൾ നമ്പർ 1 വന്നാൽ നമുക്ക് അടുത്ത് പിന്നെ അതേ റോൾ നമ്പർ വീണ്ടും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തത് 2, 3 അങ്ങനെയൊക്കെ പോകാം. പക്ഷേ വീണ്ടും ഒരു കുട്ടിക്ക് അടുത്ത റോൾ നമ്പർ അതേ നമ്പർ കൊടുക്കാൻ പാടില്ല. അതുപോലെ രജിസ്റ്റർ നമ്പർ ഇതെല്ലാം നമ്മൾ പ്രൈമറി കീ ആയിട്ട് എടുക്കും. അപ്പോൾ കാരണം അത് വീണ്ടും ആവർത്തിക്കില്ല. ആ സമയം നെയിമൊക്കെ ആവർത്തിച്ച് വരാമല്ലോ. അപ്പോൾ പ്രൈമറി കീയിലുള്ള ഡാറ്റ, അതായത് ആ വാല്യൂസ് നമ്മൾ ആവർത്തിച്ച് കൊടുക്കാൻ പാടില്ല. ഒരു റെക്കോർഡിന് 1 വരാവൂ. മനസ്സിലായല്ലോ? അതിന് ആവർത്തിച്ച് വാല്യൂസ് വരാൻ പാടില്ല. അത് നമ്മൾ അങ്ങോട്ട് നോക്കും, മനസ്സിലാകും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ കൊടുക്കുമ്പോഴത്തേക്കും കൊറിയുമൊക്കെ 0 rows affected എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരും. അപ്പോൾ നിങ്ങളിതുപോലെ കൊറി എഴുതണം, അതിൻ്റെ ഔട്ട്പുട്ട് എഴുതണം. ഇതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അത് പറഞ്ഞു തരാനായിട്ടാണ്. ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 records ഇൻ ടു ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ. കണ്ടോ, ടോട്ടൽ എന്നുള്ള കോളത്തിൽ നമ്മൾ വാല്യൂസ് കൊടുക്കരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ 5 record ക്രിയേറ്റ് ചെയ്യണം. എത്ര റെക്കോർഡാണ്? 5 record. അതെങ്ങനെയാണ്? രണ്ടാമത്തെ സെക്ഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5 record ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അവിടെ വാല്യൂ കൊടുക്കാണ്ട് ബാക്കി എല്ലാ കോളത്തിലും കൊടുക്കാം, പക്ഷേ ടോട്ടലിൽ കൊടുക്കരുത്. അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. കണ്ടോ വീണ്ടും നമ്മൾ ടേബിളൊന്ന് കൊടുക്കണം. ആദ്യം ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടേബിളാണെന്ന് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ടേബിൾ, ആ ടേബിളിൻ്റെ പേര് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇൻസേർട്ട് ഇൻറ്റു, ആ വാക്ക് പഠിക്കുക. ഇൻറ്റു ചേർത്ത് എഴുതണം. കണ്ടോ, ഇൻസേർട്ട് ഇൻറ്റു ഏതിലോട്ടാണ്? അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. സ്റ്റുഡൻ്റ് എന്ന ടേബിളിലല്ലേ. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന ടേബിളൊന്നും നമ്മൾ കൊടുക്കണ്ട, സ്റ്റുഡൻ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി അതിന് മനസ്സിലാകും. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ്. വാല്യൂ എന്ന് ഒത്തിരി പേര് എഴുതും കേട്ടോ. വാല്യൂസ് നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഇല്ലേ ഇവിടെ. അപ്പം വാല്യൂസ്. അപ്പോൾ ഇത്രയും ഇതേപോലെ പഠിക്കുക. ഇതെത്രയും ഇതേപോലെ പഠിക്കണം. ഇൻസേർട്ട്, അടുത്ത വാക്ക് ഇൻറ്റു സ്റ്റുഡൻറ്റ്. കണ്ടോ, ആ ടേബിളിൻ്റെ പേരാണ് ഇവിടെ വരേണ്ടത്. എന്ത് ടേബിളിൻ്റെ പേര് കൊടുത്തോ അതാണ് ഇവിടെ വരേണ്ടത്. സ്റ്റുഡൻറ്റ് വാല്യൂസ്, എന്നിട്ട് ആ ബ്രാക്കറ്റ് വീണ്ടും ഇടുക. അപ്പോൾ ആ വാല്യൂസ് അതുപോലെ എഴുതണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളെന്താ കൊടുത്തത്? റോൾ നമ്പർ. എന്നാൽ ആ റോൾ നമ്പറാണ് ആദ്യം വരേണ്ടത്. രണ്ടാമത് നെയിം കൊടുത്തു, നെയിം എഴുതുക. അടുത്തത് ബാച്ച്, അടുത്ത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. ടോട്ടൽ വരുമ്പോൾ ഒന്നും കൊടുക്കണ്ട, എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ. അതുകൊണ്ട് നമ്മളിവിടെ നള്ള് കൊടുത്ത് പോവുക. പിന്നീട് നമുക്കത് ആഡ് ചെയ്ത് വരും, അത് പിന്നെ പഠിക്കും. ഇപ്പം നൾ കൊടുക്കുക. ഇത് എഴുതേണ്ട രീതിയുണ്ട്. നമ്മൾ ഈ നമ്പരൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഇൻറ്റിജർ വാല്യൂസ് അത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ എന്ത് കൊടുത്തില്ല? സിംഗിൾ കോഴ്സ് ഒന്നും ഇടണ്ട. നമ്മളിപ്പോൾ വാർച്ചാർ ചാറൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ സിംഗിൾ കോഴ്സിനകത്ത് ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഇതെന്താ കിട്ടിയത്? അതിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ എഴുതുക. കണ്ടോ, കൊറിയുമൊക്കെ 1 row affected. 1 row അതിൽ വന്നു. അടുത്തത് ആ ടേബിളിനകത്ത് അടുത്ത വാല്യൂസ് കൊടുക്കുകയാണ്. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞ് അടുത്തത് കണ്ടോ, റോൾ നമ്പർ ആവർത്തിക്കരുത്. അടുത്ത് ഞാൻ 2 കൊടുത്തു. ബാക്കി ഏത് ആവർത്തിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആദ്യത്തത് പ്രൈമറിക്കാണ്, അത് ആവർത്തിക്കരുത്. അടുത്തടുത്ത പേര് കൊടുത്തു. വീണ്ടും ഞാൻ സയൻസ് കൊടുത്തു, 3 നമ്പർ കൊടുത്തു. ഇവിടെ ലാസ്റ്റ് നള്ള് കൊടുത്തു, സെമിക്കോളൻ. വീണ്ടും അതുപോലെ കിട്ടിയ ഔട്ട്പുട്ട്. മനസ്സിലായല്ലോ? അടുത്തത് 3ാമത്തെ റോ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ പേര് കൊടുത്തു. കണ്ടോ, 3 കൊടുത്തു. റോൾ നമ്പർ ഉഷ. ഹ്യൂമാനിറ്റീസ് കൊടുത്തു. പിന്നെ 3 മാത്സ് കൊടുത്തു, നള്ള് കൊടുത്തു. ഓരോന്നും കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ മനസ്സിലായല്ലോ? അതിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ കിട്ടി. ഇതുപോലെ 5 റോസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 4 സുരേഷ് കോമേഴ്സ്. കണ്ടോ, അപ്പോൾ അത് കിട്ടി ഔട്ട്പുട്ട്. അടുത്ത് ഞാൻ കോമേഴ്സ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് പേരുകളും മാർക്സും റോൾ നമ്പറും എല്ലാം കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൊടുത്തു. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ വാല്യൂസ് ഉണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് കാണാനൊരു ആഗ്രഹമില്ലേ? പക്ഷേ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലില്ല. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. ഇപ്പോൾ ടേബിൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് അത് കാണാൻ വേണ്ടിയാണ് ഞാനിത് തന്നത്. എങ്ങനെയായിരിക്കും കണ്ടോ? അതിനുവേണ്ടിയുള്ള ക്വറി MySQL എൻ്റെ അവിടെ പ്രോംപ്റ്റിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ.
എല്ലാ ഫീൽഡിൻ്റെയും പേരുകൾ, എല്ലാ ഫീൽഡും എനിക്ക് കാണിക്കണം, എല്ലാ കോളവും എനിക്ക് കാണിക്കണം. എന്നാൽ ഞാൻ എന്ത് പറയണം, എല്ലാ കോളം കാണിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന കുറിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു സെമി കോളം ഉണ്ട് കുറി തീരുമ്പോൾ. അപ്പോൾ അത് കൊടുത്തപ്പോഴത്തേക്കും കണ്ടോ എല്ലാ കോളവും കാണിച്ചിരിക്കുന്നുണ്ടോ, ആ ടേബിൾ മൊത്തം കിട്ടിയത് കണ്ടോ എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തത് റോൾ നമ്പർ. കറക്റ്റായിട്ട് അതിങ്ങനെ ഒരു ടേബിൾ മോഡലാക്കി തന്നുണ്ടോ. ഉണ്ടോ ഓരോ കുട്ടിയുടെ റെക്കോർഡ് 5 റെക്കോർഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാം കാണിച്ചു. ഇപ്പോൾ 5 rows in set എന്ന് പറഞ്ഞിട്ട് അതായത് ഇത്രയും കാണിച്ചു. ലാസ്റ്റ് കോളത്തിൽ വാല്യൂസ് ഇല്ല, നള്ളെന്നും കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയാണ് ABCD 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2 ആൻഡ് മാർക്ക് 3. ശ്രദ്ധിക്കണം, വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്കി ഇനി 4 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് SQL. അപ്പോൾ അത് നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാൻ പറ്റും. 4 അല്ലെങ്കിൽ 3 ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പം ചിലർക്ക് അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ഒറ്റ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ ബാക്കി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോക്കൂ, അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ നള്ളല്ലേ കിട്ടിയിരിക്കുന്നത്, അവിടെ ആ കോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ചേഞ്ചസ് എങ്ങനെയാണ് വരുത്തേണ്ടത്, ആ കോളത്തിൽ ടോട്ടൽ കാണണമെങ്കിൽ സം കാണണം. ഏതൊക്കെ, മാർക്ക് 1ഉം മാർക്ക് 2ഉം മാർക്ക് 3യും കൂടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്, നമുക്കതിനെ കൊറിയാക്കണം. അപ്പോൾ എങ്ങനെയാണ്, അതിന് ഈസിയാണ്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് എന്ന് കൊടുക്കണം. ഏതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, സ്റ്റുഡൻ്റ് എന്ന ടേബിളാണ്. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് കണ്ടോ, അപ്ഡേറ്റ് വരുമ്പോൾ സെറ്റ് വരും. അപ്പോൾ സെറ്റ് മുണ്ടുമൊക്കെ ഓർത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലത് കിട്ടും. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ഓർത്തല്ലോ, പഠിച്ചല്ലോ. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് എന്താണ്, ആ ഫോർമുല എഴുതണം. ടോട്ടൽ ഈക്വൽ ടു, ടോട്ടൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്, മാർക്ക് 1 പ്ലസ് ടോട്ടൽ എന്നുള്ള കോളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു, അപ്പോൾ സം ഈക്വൽ ടു എന്ന് എഴുതരുത്, ടോട്ടൽ എന്നുള്ള കോളമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എന്ന് വരണം അവിടെ. സെറ്റ് ചെയ്യേണ്ട കോളത്തിൻ്റെ പേരെന്താണ്, ടോട്ടൽ. അവിടെ വിച്ച് ഈസ് ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക, അപ്ഡേറ്റ് ഏത് ടേബിളാണ്, സ്റ്റുഡൻ്റ് എന്ന ടേബിൾ. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്, അതിനുവേണ്ടി എന്ത് ചെയ്യണം, സെറ്റ് ഏത് കോളം സെറ്റ് ചെയ്യണം, ടോട്ടൽ. സെറ്റ് ടോട്ടൽ ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. അപ്പോൾ ഇതെങ്ങനെ കാണിച്ചു, ഞാനിങ്ങനെ കൊടുക്കുമ്പം കുറിയുമൊക്കെ 5 റോസിൽ അഫക്റ്റഡ് 5 റോസിൽ അപ്ഡേറ്റ് ചെയ്തു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഔട്ട്പുട്ട് എഴുതുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇത് മൊത്തം ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നീല കളർ തന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് പ്രാക്ടിക്കലിന് ഈ ഔട്ട്പുട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അവിടുത്തെ ടീച്ചർ പറയാണ് ഇത് കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കാണിക്കാം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഈ കുറേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് കാണുന്നതെങ്കിൽ കണ്ടോ, ഈ ടോട്ടൽ എന്നുള്ള കോളം അപ്ഡേറ്റ് ചെയ്തത് വന്നത് കണ്ടോ, ഈ 3 നമ്പേഴ്സും മാർക്ക് 1ഉം മാർക്ക് 2ഉം മാർക്ക് 3യും കൂട്ടി ഓരോ ടോട്ടലിലും എഴുതിയിട്ടുണ്ട്. നേരത്തെ നള്ളിരുന്നത് ഇപ്പോൾ അവിടെ മാർക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ മൊത്തം എല്ലാ കോളവും കാണണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേ കമൻറ്റ് കുറേ കൊടുക്കുക. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിൽ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നോക്കൂ, ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് സ്റ്റുഡൻറ്റ്സ് ഹു ആർ ഫെയിൽഡ്. ഒരു ഫെയിൽഡിന് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ ലെസ് ദാൻ 80. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യനിൽ ടോട്ടൽ ലെസ് ദാൻ ഏതാണ്, ചിലപ്പോൾ ടോട്ടൽ ലെസ് ദാൻ 75 ആണോ 90 ആണോ, ക്വസ്റ്റ്യൻ നോക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മോഡലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ചെയ്യണം. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ സെലക്ട് എന്ന് എഴുതുക. നെയിം ആൻഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ പേര് നെയിം ടോട്ടൽ. അപ്പോൾ എവിടെ നിന്നാണ് അത് വരണ്ടേ, ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. നമ്മൾ നേരത്തെ എല്ലാ കോളവും കാണിക്കണമെങ്കിൽ എന്ത് ചെയ്തു, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് അങ്ങനെയല്ല, ഏതെങ്കിലും പർട്ടിക്കുലർ കോളമാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ കോളത്തിൻ്റെ പേര് കൊടുക്കണം. എല്ലാം വേണ്ട, നെയിമും ടോട്ടലും മതി. അപ്പോൾ സെലക്ട് നെയിം ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് അല്ല, സെലക്ട് നെയിം ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ വരുമ്പോൾ ഒരെണ്ണം വെയർ എന്ന് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്, വെയർ കണ്ടീഷൻ എന്താണ്, ടോട്ടൽ ലെസ് ദാൻ 80. ടോട്ടൽ ലെസ് ദാൻ 80 കണ്ടോ, സെമിക്കോളൻ. ഈസി അല്ലേ? അപ്പോൾ ഏതൊക്കെ കോളാണോ കാണിക്കേണ്ടത് അതും മാത്രം കോമയിട്ട് കൊടുക്കുക. ഫ്രം സ്റ്റുഡൻറ്റ് കൊടുക്കുക, വെയർ
അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ വേർ ടോട്ടൽ ലെസ് ദാൻ 80. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുക്കുമ്പോൾ നോക്കൂ, നെയിമും ടോട്ടലും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൽ ലെസ് ദാൻ കണ്ടോ, ഫെയിൽഡായ കുട്ടി നിഷ 60, ടോട്ടൽ ലെസ് ദാൻ 80 വന്നതാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ അത് മാത്രം കാണിച്ചു. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? വളരെ ഈസി എന്ന് തോന്നുന്നില്ലേ? ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കോമേഴ്സ് ബാച്ച്. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എല്ലാ കോളവും വേണം തന്നല്ലോ. പക്ഷേ കണ്ടീഷനുണ്ട്, കോമേഴ്സ് ബാച്ച് എന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും വേറെ കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ബാച്ച് ഈക്വറ്റ് കോമേഴ്സ്. എന്താണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്? ഡീറ്റെയിൽസിന് എന്താ പറയണ്ടേ? സ്റ്റാർ. എല്ലാ കോളവും വേണം. എല്ലാ കോളവും വേണമെങ്കിൽ എപ്പോഴും ഓർത്തോളണം സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. പക്ഷേ കണ്ടീഷൻ എന്താണ്? വെയർ ബാച്ച് ഈക്വറ്റ് കോമേഴ്സ്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് കൊടുക്കുക, ഡിസ്പ്ലേ എന്ന് കൊടുത്താലും സെലക്ട് വരണം. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റാർ വരണം കണ്ടോ. എല്ലാ കോളവും കാണിക്കണം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. കണ്ടീഷൻ എന്താണ്? വെയർ ബാച്ച് ഈക്വറ്റ് കോമേഴ്സ്. അപ്പോൾ കോമേഴ്സ് കണ്ടോ, അത് സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. മനസ്സിലായോ? എന്നിട്ട് സെമിക്കോളൻ. അപ്പോൾ കണ്ടോ, എല്ലാ കോളവും കാണിച്ചു. പക്ഷേ കോമേഴ്സിലെ കുട്ടികളുടെ മാത്രമേ കാണിച്ചുള്ളൂ കണ്ടോ. അപ്പോൾ കണ്ടീഷൻ കൊടുത്തപ്പോൾ അതിനനുസരിച്ച് വന്നു, പക്ഷേ എല്ലാ കോളവും വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. അടുത്ത് നോക്കൂ, ഡിസ്പ്ലേ ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫാബറ്റിക്കൽ ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എന്ത് വരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു? സെലക്ട് അല്ലേ? സെലക്ട്, ലിസ്റ്റ് എന്നൊക്കെ വന്നാലും സെലക്ട് എന്ന് കൊടുക്കണം. നെയിം ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നെയിം എഴുതണം. പിന്നെ എന്താണ് വേണ്ടത്? നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫാബറ്റിക്കൽ ഓർഡറിലായിരിക്കണം. ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ്. അപ്പം നെയിമും വേണം, ബാച്ചും കാണിക്കണം. ബാച്ച് ബേസ്ഡാണ്. ബാച്ചിൻ്റെ ബാച്ച് അനുസരിച്ച് ആൽഫാബറ്റിക്കൽ ഓർഡറിൽ നെയിംസ് കാണിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ 2 കോളത്തിൻ്റെ പേര് എഴുതണം, 2 ഫീൽഡിൻ്റെ പേര് എഴുതണം. അപ്പോൾ സെലക്ട് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ വരുമ്പോൾ സെലക്ട് നെയിം കോമ ബാച്ച് ഫ്രം സ്റ്റുഡൻറ്റ്. കണ്ടോ, എല്ലാം വന്നപ്പോൾ നമ്മൾ സെലക്ട് വരുമ്പോഴെല്ലാം നമ്മൾ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുക്കുകയാണ് കണ്ടോ. ഫ്രം ആ ടേബിളിൻ്റെ പേര് ഫ്രം സ്റ്റുഡൻറ്റ്. ഓർഡർ ബൈ, അത് പുതിയൊരു വാക്ക് പഠിക്ക്. നേരത്തെ വേറെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ കണ്ടീഷൻ വന്നപ്പോൾ, അതുപോലെ ഇവിടെ ഓർഡർ, ആൽഫാബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ ബൈ എന്ന് കൊടുക്കണം കേട്ടോ. ഓർഡർ ബൈ ആ വാക്ക് പഠിക്കൂ. ഓർഡർ അടുത്തൊരു വാക്കായിട്ടാണ് ബൈ വരുന്നത്, ചേർത്തെഴുതരുത്. ഓർഡർ ബൈ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബാച്ച് ബേസ്ഡ്. അപ്പോൾ ആദ്യം ബാച്ച് എഴുതിയിട്ട് ബാച്ച് ബേസ്ഡ് ആയിരിക്കണം, പിന്നെ ആൽഫാബറ്റിക്കൽ ഓർഡറിലും ആയിരിക്കണം. അപ്പം ബാച്ച് എഴുതിയിട്ടാണ് നെയിം എഴുതേണ്ടത്, ശ്രദ്ധിക്കണം. എന്നിട്ട് സെമിക്കോളൻ. നെയിം എഴുതിയിട്ട് ബാച്ച് എഴുതരുത്, ബാച്ച് എഴുതിയിട്ട് നെയിം എഴുതണം. ബാച്ച് ബേസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യം ബാച്ച് എഴുതുക, പിന്നെ നെയിം എഴുതുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? കണ്ടോ, നെയിമും ബാച്ചുമാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ നെയിമും ബാച്ചും വന്നു കണ്ടോ. ബാച്ച് ബേസ്ഡാണ് വന്നത്. ആദ്യം കോമേഴ്സിൽ സി അല്ലേ ആദ്യം വരേണ്ടത്. അപ്പോൾ CHS കണ്ടോ, അത് ആൽഫാബറ്റിക്കൽ ഓർഡറിൽ വന്നു. അതേസമയം അതിലുള്ള പേരുകൾ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ വന്നു. കോമേഴ്സിൽ B കഴിഞ്ഞിട്ട് S വരും കണ്ടോ. ബാബു, സുരേഷ്. പിന്നെ ഹ്യൂമാനിറ്റീസിൽ ഉഷ. പിന്നെ സയൻസിൽ അനു കഴിഞ്ഞിട്ട് നിഷ വന്നു കണ്ടോ. ആദ്യം ബാച്ച് കഴിഞ്ഞിട്ടാണ് അത് നെയിം. അപ്പം നെയിമും ബാച്ചുമാണ് നമ്മളിവിടെ ആദ്യം കൊടുത്തത്. അപ്പോൾ ആ ഓർഡറിൽ കിട്ടി. പക്ഷേ ബാച്ച് ബേസ്ഡാണ് വന്നത്. അപ്പം ബാച്ച് ബേസ്ഡ് ഇത് കാണിച്ചു ആൽഫാബറ്റിക്കൽ ഓർഡറിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തെറ്റരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ പ്രാക്ടിക്കൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പ്രാക്ടിക്കലൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ ഇതുവരെ MySQL എന്നുള്ള ഈ പ്രോംപ്റ്റ് വരെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് നോക്കാം. അവിടെ ഈ കർസർ നിൽക്കുന്ന സ്ഥലത്ത് ക്രിയേറ്റ്, ആദ്യം ഞാൻ പറഞ്ഞു തന്നതുപോലെ അതുപോലെ ചെയ്യുക. ആദ്യത്തെ ക്വറി എന്തായിരുന്നു? ക്രിയേറ്റ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ചേർത്ത് എഴുതാം കേട്ടോ. സ്കൂൾ SCHOOL. അപ്പോൾ ഇതിപ്പം ഞാൻ നേരത്തെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ലായിരിക്കും. അപ്പോൾ കണ്ടോ, കാണിച്ചിരിക്കുന്ന എറർ വന്നു. കാൺ ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ ഡാറ്റാബേസ് എക്സിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനത് തന്നത്.
അതായത് ഇതിനെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഡ്രോപ്പ് ഡാറ്റാബേസ് സ്കൂൾ കൊടുത്തു. അപ്പോൾ അതിൽ നേരത്തെ ഉള്ളതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു, അതങ്ങ് പോയി. ശരി, അതങ്ങ് പോട്ടെ. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ, അത്രയും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് കൊടുത്താലായിട്ട് കിട്ടും. കാരണം അവിടെ എനിക്ക് അവിടെ ഒരു ഡാറ്റാബേസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു സ്കൂൾ എന്നുള്ളത് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പേര് മാറ്റി കൊടുത്താൽ മതി, പേടിക്കേണ്ട. സ്കൂൾ 1 എന്നോ 2 എന്നോ ഒക്കെ കൊടുത്താൽ മതി, പേടിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്രിയേറ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഡാറ്റാബേസ് മനസ്സിലാക്കി വയ്ക്കുക. സ്കൂൾ SCHOOL മനസ്സിലായല്ലോ. ഇപ്പോൾ കൊറിയോക്കെ 1 റോ അഫക്റ്റഡ് എന്ന് കിട്ടി, മനസ്സിലായല്ലോ. ഇതാണ് ആദ്യത്തെ ഔട്ട്പുട്ട് എഴുതേണ്ടത്, കൊറിയോക്കെ 1 റോ അഫക്റ്റഡ്. അടുത്ത രണ്ടാമത്തത് എന്ത് ചെയ്യണം, യൂസ് എന്താണോ പേര് അത്, യൂസ് സ്കൂൾ. വീണ്ടും എന്താ, ഡാറ്റാബേസ് ചേഞ്ച് എന്ന് കിട്ടി. അപ്പോൾ അത് എഴുതുക. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻ്റ് എന്ന ടേബിളെന്ന് അതിന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ടേബിളിൻ്റെ പേരെന്താണ്, സ്റ്റുഡൻ്റ് എന്ന ടേബിളാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പം കിട്ടില്ല. കാരണം എന്താണ്, നേരത്തെ ഞാൻ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ കിട്ടില്ല. അപ്പോൾ എന്ത് കാണുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ നെക്സ്റ്റ് ലൈനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ആരോ മാർക്ക് വരും. ആരോ മാർക്കൊന്നും ഞാൻ ഇടുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ബാക്കി എഴുതി പോയാൽ മതി കേട്ടോ. അപ്പോൾ റോൾ നമ്പർ. അപ്പോൾ റോൾ നമ്പർ ഒരിക്കലും ഇങ്ങനെ റോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് നമ്പർ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ റോൾ നമ്പർ എന്നോ ഇങ്ങനെ സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾക്കിവിടെ അണ്ടർസ്കോർ ഇടാം, ഇങ്ങനെ ഇടാം കേട്ടോ. അല്ലെങ്കിൽ ചേർത്ത് എഴുതുക. ഒരിക്കലും ചേർക്കാതെ 2 വാക്കായിട്ട് എഴുതാൻ പാടില്ല ഫീൽഡിൻ്റെ പേര്, മനസ്സിലായല്ലോ. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. റോൾ നമ്പർ ഇൻറ്റ് പ്രൈമറിക്ക് ക്വസ്റ്റ്യനിലുള്ളതുപോലെ അതുപോലെ എഴുതുക. പ്രൈമറി കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടോ 4 വാക്കാണ് വന്നത്, കണ്ടോ. നെക്സ്റ്റ് ലൈനിൽ ഇനി അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈൻ തന്നെ വരണമെന്നില്ല, ഇവിടെ തന്നെ ഇങ്ങനെ എഴുതി പോകാം. പക്ഷെ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത് തന്നത്. അടുത്തത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ, നെയിം അല്ലേ. നെയിം വാർച്ചാർ 20 ആണ്. ക്വസ്റ്റ്യനിൽ നോക്കണം എത്രയാണ് തന്നിരിക്കുന്നതെന്ന്, 20. അടുത്ത് എല്ലാം കോമ ഇടണം കേട്ടോ. അടുത്തെന്താണുള്ളത്, ബാച്ച് എന്തായിരുന്നു, വാർച്ചാർ തന്നെയായിരുന്നു. വാർച്ചാർ 15 ആയിരുന്നു. അടുത്തത് മാർക്ക് 1 ഇൻറ്റ് മാർക്ക് 2 ഇൻറ്റ്. ഞാൻ ഇൻറ്റിജറൊന്നും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈനിൽ ചെയ്ത് കാണിക്കാം, ചിലപ്പോൾ തെറ്റിപ്പോയല്ല. ഇനി ഞാനെല്ലാം ഇൻ്റെതും കൊടുത്തു, ഇൻറ്റിജറൊന്നും കൊടുക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ യാതൊരു രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇൻറ്റ് എഴുതി പോകുന്നു. ഇൻറ്റ് മാർക്ക് 3 ഇൻറ്റ്. അടുത്തെന്താണ്, ടോട്ടൽ ഇൻറ്റ്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. നിങ്ങൾ എൻ്റർ അടിക്കും മുമ്പേ ഒന്ന് നോക്കുക എല്ലാം ശരിയാണോ എന്ന്. എല്ലാത്തിൻ്റെയും സ്പെല്ലിങ്ങുകൾ നോക്കണം. എല്ലാ ഫീൽഡ് നമുക്കിപ്പോൾ 7 എണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കണം. അപ്പോൾ 7 എണ്ണം കറക്റ്റായിട്ടുണ്ട്. റോൾ നമ്പർ 1 2 3 4 5 6 7 കണ്ടോ. പിന്നെ ഇൻ്റൊക്കെ എഴുതിയത് ശരിയാണോ, വാർച്ചാർ പ്രൈമറിക്ക് എല്ലാം ശരിയാണോ എന്ന് നോക്കിയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തെറ്റ് വരും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് കിട്ടി കൊറിയോക്കെ. ചിലപ്പോൾ നേരത്തെ ഇത് ആൾറെഡി എസിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. എന്നാൽ നിങ്ങൾ പേര് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുക്കുക നിങ്ങൾ കൊടുത്തത്. അപ്പം പുതിയ ടേബിളായിട്ട് അത് പിന്നെ വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ടേബിൾ മൊത്തം നേരത്തെ നിങ്ങൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ ഈ ടേബിൾ മൊത്തം അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് ഇതുപോലെ എഴുതണം. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി സെക്ഷൻ കഴിഞ്ഞു എന്നർത്ഥം. ഇനി അടുത്തെന്താണ്, ഇൻസേർട്ട് ചെയ്യണം.
അപ്പോൾ ഇത് കിട്ടാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇൻസേർട്ട് ഇൻറ്റു, കണ്ടോ ഇൻറ്റു എഴുതിയത് കണ്ടോ? അപ്പോൾ ഏതിലോട്ടാണ് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. എന്താ കൊടുക്കേണ്ടത്? വാല്യൂസ്. ഇങ്ങനെ മീനിങ് മനസ്സിലാക്കി പഠിക്കുക. വാല്യൂസ്. ഉടനെ ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ടിട്ട് ആദ്യത്തെ വാല്യൂ എന്തായിരുന്നു? റോൾ നമ്പർ. അപ്പോൾ ഞാൻ റോൾ നമ്പർ തന്നെ കൊടുക്കുക. രണ്ടാമത്തേത് എന്തായിരുന്നു? ഞാനൊരു പേരായിരുന്നു, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. നിങ്ങൾ വലിയ പേരൊന്നും എഴുതണമെന്നൊന്നുമില്ല, കുഞ്ഞു പേരൊക്കെ എഴുതി അങ്ങ് പോയാൽ മതി. അടുത്ത് ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് 3 മാർക്കുകൾ കൊടുക്കുക. എന്തെങ്കിലും ഒരു മാർക്ക് കോമയിട്ട് കൊടുക്കണം കേട്ടോ, തെറ്റരുത്. പേരൊക്കെ കൊടുത്തപ്പോൾ നോക്കണം, ഞാൻ സിംഗിൾ കോട്ട്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് 1 ഉണ്ട്, നള്ളാണ് കൊടുക്കേണ്ടത് ടോട്ടൽ. എന്നിട്ട് ഇതിൽ എണ്ണി നോക്കുക എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം 7 എണ്ണം ഉണ്ടോ എന്ന് നോക്കണം. കണ്ടോ? 1 2 3 4 5 6 7. എന്നിട്ട് സെമിക്കോളൻ ഇടുക ലാസ്റ്റ്, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ കൊറി ഓക്കെ. കണ്ടോ കിട്ടിയത് കണ്ടോ? ഇനി നിങ്ങൾക്ക് മുകളിലത്തെ കൊറി അതുപോലെ കിട്ടിയ കോപ്പി ചെയ്യാൻ എളുപ്പം. അപ്പോൾ അതിനു വേണ്ടി അപ്വേർഡ് ആരോ ക്ലിക്ക് ചെയ്യുക. കേക്ക് മനസ്സിലായോ? അപ്പോൾ അതിനുവേണ്ടി ഞാനിത് അപ്വേർഡ് ആരോ കൊടുത്തു. കണ്ടോ? അതേപോലെ കിട്ടും. വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തായാലും ഈ റോൾ നമ്പർ മാറ്റണം. പ്രൈമറിക്ക് ആയതുകൊണ്ട് ഞാൻ 2 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അനുവിന് പകരം നമുക്ക് വേറൊരു പേര് കൊടുക്കാം. ഡിലീറ്റ് ചെയ്തിട്ട് ബീന, എനിക്കിഷ്ടമുള്ള പേര് കൊടുക്കുക. സയൻസ് കിടന്നോട്ടെ. മാർക്കൊക്കെ അതായ നമുക്ക് ചേഞ്ചസൊക്കെ വരുത്താം, കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി കൊടുക്കാം. 30. ഓക്കെ, ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി. അടുത്ത് എൻ്റർ കൊടുക്കുക. അവിടെ വെച്ച് തന്നെ നമുക്ക് എൻ്റർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ കിട്ടി, അടുത്തതും കിട്ടി. വീണ്ടും അടുത്ത എടുക്കണം. അപ്വേർഡ് ആരോ ക്ലിക്ക് ചെയ്തു. വീണ്ടും അങ്ങോട്ട് ആരോ മാർക്ക് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോവുക. എന്തായാലും നമ്മൾ റോൾ നമ്പർ മാറ്റിയിരിക്കണം. അവിടെ എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുത്തു. അടുത്ത് വേറൊരു പേര് കൊടുക്കാം, ജീന കൊടുക്കാം. നമുക്ക് കഴിവതൊക്കെ ടൈപ്പിംഗ് ഇവിടെ വന്നിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. ഓക്കെ, ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഇനി മാർക്കുകൾ വേണമെങ്കിൽ മാറ്റാം നമുക്ക്. ഓക്കെ, ഇവിടെ 40 കൊടുത്തു. ഓക്കെ, എൻ്റർ കൊടുക്കുക. എല്ലാ മാർക്കും മാറ്റാം കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി അത്രയും ചെയ്തതേ ഉള്ളൂ. അടുത്ത് വീണ്ടും അടുത്തത് കൊണ്ടുവരിക. എങ്ങനെ കൊണ്ടുവരും? അപ്വേർഡ് ആരോ കൊടുക്കുക. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാൻ അറിയാമല്ലോ. വീണ്ടും ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് ആദ്യം ചെന്നിട്ട് റോൾ നമ്പർ മാറ്റുക. അത് മറന്നു പോകരുത്. പിന്നെ അടുത്ത് പേരുകളൊക്കെ ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിഷ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നിഷ. കോമേഴ്സ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും 2-3 ഗ്രൂപ്പ് ബാച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കോമേഴ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോമേഴ്സ് കൊടുക്കണം അവിടെ. കോമേഴ്സ്. ഓക്കെ, എൻ്റർ കൊടുക്കുക. നമുക്ക് അവിടെ വെച്ച് തന്നെ കൊടുത്തോളൂ. അടുത്തായി വീണ്ടും അപ്വേർഡ് ആരോ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അത് ട്രിക്ക് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് പോവുക. 4 എന്നുള്ളത് എന്താക്കി മാറ്റുക? 5 എന്നാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. 5 തന്നെ കൊടുക്കണമെന്നില്ല, പക്ഷെ ആവർത്തിക്കാൻ പാടില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. കുഞ്ഞു പേര് കൊടുക്കാം, ബാബു. കോമേഴ്സ് കിടന്നോട്ടെ. ബാക്കി മാർക്കുകളൊക്കെ അത് തന്നെ കിടന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. കൊടുക്കാം, 40 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 5 റോസായി. എണ്ണി നോക്കുക. 1 2 3 4 5. എൻ്റർ കൊടുക്കുക. എല്ലാം കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഔട്ട്പുട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. കൊറി ഓക്കെ കണ്ടോ? ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് കൊറി എഴുതണം, ഔട്ട്പുട്ട് എഴുതി കാണിക്കേണ്ടി വരും. ആദ്യം കൊറി എഴുതി കാണിക്കണം, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് കാണിക്കേണ്ടി വരും.
ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് കാണണമെന്ന് വെച്ചോളൂ. അപ്പോൾ കാണണമെങ്കിൽ എല്ലാ ഫീൽഡും കാണണം. എന്നാൽ സെലക്ട് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ എന്നുള്ള ഒറ്റ വാക്കാണ്. സ്റ്റാർ ഫ്രം ആ പേര് കൊടുക്കണ്ടേ, സ്പേസ് ഇട്ടിട്ട് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. അവിടെ ഒരു സ്പേസ് കൊടുക്കണം കേട്ടോ, സ്പേസ് ഇട്ടിട്ട്. കണ്ടോ, സെലക്ട് സ്റ്റാർ ഫ്രം ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഫ്രം സ്റ്റുഡൻറ്റ് കണ്ടോ, എല്ലാം കാണിച്ചുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ നള്ളെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത് കാണിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു അടുത്ത് കാണേണ്ടത്? അപ്ഡേറ്റ് ചെയ്യണം. ഈ ടോട്ടൽ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അപ്ഡേറ്റ് ഓർമ്മയുണ്ട് എന്താണെന്ന്? അപ്ഡേറ്റ് ഏതാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സ്റ്റുഡൻ്റ് അല്ലേ? സ്റ്റുഡൻ്റ് എന്ന ടേബിൾ. അപ്പോൾ സ്റ്റുഡൻ്റ് അടുത്ത വാക്കായിട്ട് അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ അടുത്ത വാക്ക് സെറ്റ് എന്നുള്ള വാക്ക് ഓർക്കണം. അപ്ഡേറ്റ് വരുമ്പം കൂടെ സെറ്റ് എന്നുള്ള വാക്ക് ഓർമ്മ വേണം കേട്ടോ. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ്. ഏത് കോളാണ് സെറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ അല്ലേ? അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മാർക്ക് 1. അപ്പോൾ മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. മാർക്ക് 3 എന്നിട്ട് സെമിക്കോളൻ ഇടുക കണ്ടോ. അപ്പോൾ ഒന്നാമത്തതിൽ എ പാർട്ടായി. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യനും കൂടെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ എഴുതുക. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത കോളം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ മതി. കാണണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ അതെങ്ങനെ കാണും? അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കൊറിയിൽ പോകണം. ആദ്യം ഈ കൊറി വരും, അടുത്ത ഈ കൊറി. അപ്പോൾ 2 പ്രാവശ്യം അപ്വേഡ് ആരോ ക്ലിക്ക് ചെയ്യും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വന്നെന്ന് നോക്കൂ. കണ്ടോ, ആദ്യത്തെ കൊറി വന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഒന്നും ചെയ്തില്ല. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഇതാ മുകളിലത്തെ കൊറി വന്നു. കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് നോക്കൂ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പം കണ്ടോ, അപ്ഡേറ്റ് ചെയ്ത് ടോട്ടൽ എന്നുള്ള കോളം അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കൊടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ SQL വരുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ഇത് സ്കെയിലും പെൻസിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഇതുപോലെ ടേബിളൊക്കെ വരച്ച് ഔട്ട്പുട്ട് എഴുതണം. ആ ജോലിയേ ഉള്ളൂ. അതിലെല്ലാം സ്ക്രീനിൽ കാണിക്കും. അതുപോലെ എടുത്തെഴുതുക എന്നുള്ള ജോലിയേ ഉള്ളൂ. കൊറി മാത്രം ഈ 5 കൊറി പഠിച്ചു പോവുക. മനസ്സിലായില്ല? എന്ത് ഈസിയെന്ന് നോക്കൂ. നല്ല രസമാണ് ഇത് ചെയ്യാനായിട്ട്. അടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു നിങ്ങൾക്ക്? നെയിമും ബാച്ചും കാണിക്കണം അല്ലേ? അപ്പോൾ സെലക്ട് നെയിം കോമ ടോട്ടൽ. അപ്പോൾ നമുക്കണ്ട ആ കോളത്തിൻ്റെ പേര് മാത്രം പറഞ്ഞതുകൊണ്ട് ആ കോളത്തിൻ്റെ പേര് മാത്രം കൊടുക്കുക. പിന്നെ ഫ്രം സ്റ്റുഡൻറ്റ് നേരത്തെ കൊടുത്തതുപോലെ ഉണ്ട്. കണ്ടോ, ഫ്രം സ്റ്റുഡൻറ്റ്. വേണമെങ്കിൽ നേരത്തുള്ള കൊറി എടുത്തിട്ട് അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്തായിരുന്നു കേട്ടോ. സ്റ്റുഡൻറ്റ് വെയർ കണ്ടീഷൻ എന്താണ്? വെയർ ടോട്ടൽ ലെസ് ദാൻ 80. സെമിക്കോളൻ ഇടുക. കണ്ടോ, ടോട്ടൽ ലെസ് ദാൻ 80 ഉള്ളത് കാണിച്ചു. നെയിം ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ടോട്ടൽ ലെസ് ദാൻ 80. മനസ്സിലായല്ലോ? അടുത്തതാണെങ്കിൽ എല്ലാ ഫീൽഡും കാണിക്കണം, പക്ഷെ കോമേഴ്സ് ആയിരിക്കണം. അപ്പോൾ എന്താ വേണ്ടത്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിലുള്ള കൊറി എടുക്കണം. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അടുത്ത പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എല്ലാ ഫീൽഡും കാണിക്കണം. വെയർ ബാച്ച് ഈക്വൽ ടു കോമേഴ്സ്. ബാച്ച്. അപ്പോൾ ബാച്ച് എന്നുള്ളത് കണ്ടോ. അപ്പോൾ ഈ ബാച്ച് കണ്ടോ, ബാച്ച് ഈക്വൽ ടു കോമേഴ്സ് ഉള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പെല്ലിംഗ് ഒന്നും തെറ്റരുത്. നേരത്തെ കോമേഴ്സ് എങ്ങനെ കൊടുത്തോ അതുപോലെ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. നമ്മൾ കൊടുത്ത ആ വാക്കുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എൻ്റർ കൊടുക്കുക. അപ്പോൾ കോമേഴ്സിലെ കണ്ടോ എല്ലാ ഫീൽഡും കാണിച്ചു. റോൾ നമ്പറും ഇവിടെ കണ്ടോ, നെയിമും ടോട്ടലെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കാണിച്ചു. ഇവിടെ സെലക്ട് സ്റ്റാർ കൊടുത്തുകൊണ്ട് എല്ലാ ഫീൽഡും കാണിച്ചു, പക്ഷേ കോമേഴ്സുള്ള കുട്ടികളുള്ളത് മാത്രം. മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് നെയിമും കാണിക്കണം, ബാച്ചും കാണിക്കണം. ബാച്ച് വൈസും കാണിക്കണം, അതേസമയം ആൽഫബറ്റിക്കൽ ഓർഡറിലും ആയിരിക്കണം. അപ്പം നമുക്ക് സെലക്ട് ഏതൊക്കെ കാണിക്കേണ്ടേ? നെയിം കോമ ബാച്ച് ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യണമെന്നില്ല, തൊട്ട് മുമ്പിലുള്ളത് എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്തിയാലും മതി കേട്ടോ. ഫ്രം സ്റ്റുഡൻറ്റ്. ഓർഡർ ബൈ. അപ്പോൾ ആൽഫാബറ്റിക്കൽ ഓർഡർ എന്ന് കാണിച്ചിരിക്കുന്നുണ്ട്. ഓർഡർ
ബൈ എഴുതുന്നത് അടുത്ത വാക്കായിട്ടാണ്. ഓർഡർ ബൈ. ആദ്യം എഴുതേണ്ട എന്താണ്? ബാച്ചാണ് ആദ്യം എഴുതേണ്ടത്. ബാച്ച് കോമ നെയിം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പം ബാച്ച് അനുസരിച്ച് കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അത് കണ്ടോ ആൽഫാബറ്റിക്കൽ ഓർഡർ വന്നത്. അപ്പോൾ അതിലുള്ള കുട്ടികളുടേത് ആൽഫാബറ്റിക്കൽ ഓർഡറിലൂടെ വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ? എന്ത് ഈസിയാണെന്ന് നോക്കൂ. വളരെ ഈസിയാണിത് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കാതെ പോകരുത്. അതുപോലെ ബാക്കി SQLും പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, കമൻ്റ് ഇടുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അതുപോലെ ആർക്കെങ്കിലും ഇതിൽ പ്രാക്ടിക്കലിൽ സ്പെഷ്യൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തിയറി ക്ലാസ് എടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസിലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട് പ്രാക്ടിക്കലിൻ്റെ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കുട്ടികൾക്ക് തിയറിയുടെ ക്ലാസ്സും എടുക്കുന്നുണ്ട്. അത് ക്രാഷ് കോഴ്സാണ് ഇനി എടുക്കുന്നത്. അതിൽ ചേരാനായിട്ടും താല്പര്യമുള്ളവർ എത്രയും വേഗം എന്നെ ഈ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറുണ്ടല്ലോ, ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്പർ, അതിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.